ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. അപാരമായ ശക്തിയോടുകൂടിയാണ് ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിൽ ഭഗവാൻ വിട്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ശക്തി എന്തെന്നും നമ്മുടെ കഴിവെന്തെന്നും നാം തിരിച്ചറിയാതെ നാം നിസാരന്മാരായി ഈ ദേഹോഹബുദ്ധി വളർത്തി അജ്ഞാനികളായി ഇവിടെ കഴിയേണ്ടതായി വരുന്നു. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും നാം അടിമയായിരിക്കുന്നു. അതിൽ നിന്ന് നാം മുക്തരാവണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെ അടിമയാക്കാതെ നമ്മുടെ ബോധം മനസ്സിനെ അടിമയാക്കണം. അതാണിവിടെ പറയുന്നത്. നാം നിയന്ത്രിക്കേണ്ടും ശക്തി നമ്മെ നിയന്ത്രിച്ചിടുന്നു, നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി നമ്മെ നിയന്ത്രിച്ചിടുന്നു. ധീരകർമ്മങ്ങൾക്കിണങ്ങേണ്ടും ശക്തികൾ നീചകർമ്മങ്ങൾക്കിണങ്ങു. ഒന്നാലോചിച്ച് നോക്കൂ. ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഉപകരണമാണ് മർത്യദേഹം. ആ ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന നാം ഉത്കൃഷ്ടകർമ്മം ചെയ്യാതെ നികൃഷ്ടമായ കർമ്മങ്ങൾക്ക് അടിമയായിത്തീരുന്നു. കാരണം മനസ്സ് വിഷയങ്ങളുമായുള്ള സമ്പർക്കമുണ്ട്. ആ മനസ്സിൻ്റെ ആ വിധേയത്വമാണ്. മനസ്സ് യജമാനനായി വർത്തിക്കുമ്പോൾ ജീവനെ ക്ലേശങ്ങളിൽ ചാടിക്കുന്നു. എന്നാൽ മനസ്സിനെ നാം കീഴടക്കി കഴിഞ്ഞാൽ മനസ്സ് ഉത്തമനായ ഒരു ഭൃത്യനാണ്. എന്തും അനുസരിക്കാനും എല്ലാ കഴിവുകളോടും കൂടിയാണ് മനസ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ ആ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി, നമ്മൾ നിയന്ത്രിക്കേണ്ട ശക്തി നമ്മെ നിയന്ത്രിച്ചിടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അങ്ങോട്ട് നിയന്ത്രിക്കേണ്ട ഒരു ശക്തി നമ്മെ ഇങ്ങോട്ട് നിയന്ത്രിക്കുന്നു. നാം അതിൻ്റെ അധിപതിയാണ്. അതിനു പകരം നാം അതിൻ്റെ അടിമയായി. ഒരു മഹാരാജാവ് തൻ്റെ പ്രജകളെയും വൃത്യജനങ്ങളെയും സജീവോത്തമനെയും തൻ്റെ നിയന്ത്രണത്തിൽ തൻ്റെ ആജ്ഞാനുവർത്തികളായി വർത്തിക്കേണ്ടതിന് പകരം രാജാവ് അടിമയും മന്ത്രിയും അതുപോലെ സജീവന്മാരും മന്ത്രിയും ഭൃത്യന്മാരും അവിടെ ഭരണാധികളുമായാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? അതുപോലെയാണ് നമ്മളും. നാം മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അടിമപ്പെട്ടാൽ ആ രാജാവ് മന്ത്രിക്ക് അടിമപ്പെട്ടതുപോലെയാണ്. അപ്പോൾ നാം ധീരമായ ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്യേണ്ടതിന് പകരം നീചകർമ്മങ്ങൾ ചെയ്യേണ്ടതായി വരും. കാരണം മനസ്സിനെ കാമക്രോധ മത മത്സര അഹങ്കാരാദികളാകുന്ന കൂട്ടുകാർ ധാരാളമുണ്ട്. അവരുടെ കൂടെ കൂടിയാൽ ജീവനാകുന്ന രാജാവ് പല തെറ്റുകളും ചെയ്യാൻ സാധ്യതയുണ്ട്. ആ തെറ്റുകളിലേക്ക് വഴുതി വീഴാതെ ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണ വിധേയമാക്കി നാം ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് ഉയരേണ്ടതാണ്. അതിനു പറ്റിയ അവസരമാണ് ഈ ജീവിതം. അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജനിച്ചു വന്നിരിക്കുന്നത്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കേണ്ടത് നാം തന്നെയാണ്, അല്ലാതെ അത് മറ്റൊരാളല്ല. നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി നമ്മെ നിയന്ത്രിച്ചിടുന്നു. ധീരകർമ്മങ്ങൾക്കിണങ്ങേണ്ടും ശക്തികൾ നീചകർമ്മങ്ങൾ കിണങ്ങും. ധീരകർമ്മങ്ങൾ ചെയ്യേണ്ട ശക്തി നീചകർമ്മങ്ങൾ ചെയ്യാനിടവരുന്നു. അതിന് നാം ഒരിക്കലും അനുവദിക്കരുത്.